പ്രപഞ്ചം ഭൂമിക്ക് ചൂട് പിടിക്കുന്നു, ഭൂമി പനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് വരാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ട്രംപ് എന്താ പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ചുകാർ കുറേ നുണ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ഇനി അമേരിക്കയുടെ 5 പൈസ ക്ലൈമറ്റ് ചേഞ്ചുകാർക്ക് കൊടുക്കരുത്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ട്രംപിൻ്റെ ആദ്യ സ്റ്റേറ്റ്മെൻ്റ് അതാണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കണം. ലക്ഷക്കണക്കിന് കോടി രൂപ, 23% പണം അമേരിക്കയുടേതാണ്. ഇവരിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഇനി അമേരിക്കയിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഞാനത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതിൻ്റെ കാരണം, ഈ ക്ലൈമറ്റിൻ്റെ അകത്ത് ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഈ പറയണ പോലെയുള്ള ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. പേടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രങ്ങളും ബുദ്ധിയും ബോധമുള്ളവർ അതിൻ്റെ നടപടി ചെയ്യണം. ആൾക്കാരെ എന്തിനാ പേടിപ്പിക്കണം? അപ്പോൾ അത് കറക്റ്റാണ് ആ പോയിൻ്റ്. പക്ഷേ ഇത് ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിൽക്കുക, ഈ സംഭവം നിൽക്കത്തില്ല. ഇത് ഏൽപ്പിച്ചൊരാളുണ്ട്. ആ ആളിന് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയെ സഭ സമർപ്പിക്കണം. അത് നിങ്ങളുടെ കുടുംബം തൊട്ടും മക്കളെ തൊട്ടും. ഇപ്പം നിങ്ങളുടെ മക്കളെ കഞ്ചാവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പോലീസ് പിടിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്കിടെ കള്ളക്കേസ് കൊടുത്തു. എന്താണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെയാണ്? മറിയത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ നിൻ്റെ മകൻ. അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഭർത്താവ് വേറെ സ്ത്രീകളോട് പെരുമാറുന്നതായിട്ടൊക്കെ തോന്നി, ഇപ്പം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. ഏൽപ്പിക്കേണ്ടത് ആരെയും? ഇതാ നിൻ്റെ മകൻ. മറിയത്തെയാണ് ഏൽപ്പിക്കേണ്ടത്. ഈ മറിയത്തെ ഏൽപ്പിക്കുമ്പോൾ നാക്ക് കൊണ്ട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, ദൈവം ഏക്കത്തില്ല. ഇപ്പം നിങ്ങൾ പറയും പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ ഉള്ളു ഇതിൻ്റെ അകത്ത്, അത് ഇത്രയല്ലേ ഉള്ളു, എന്നാൽ അതുകൊണ്ട് 100 ചെല്ലാമെന്ന് പറയും. ചെടുത്തി വടകാര്യം ഭയങ്കര കട്ടാടേ. മൂടമ്പഴി എടുത്തിട്ട് തലകീഴായി വെച്ചിരിക്കും. എന്താ കാര്യം? പ്രത്യക്ഷീകരണം വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വേണമെങ്കിൽ 100 പ്രാവശ്യം ചെല്ലും, ഒരു കുഴപ്പമില്ല. കാര്യം പ്രാർത്ഥന ഇത്രയല്ലേ ഉള്ളൂ. അവർക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. എൻ്റെ മക്കളെ, ഇത് വിശ്വാസത്തിൻ്റെ 10% പ്രെയർ എന്ന് പറയണത്. 20% പോലും അല്ല, പ്രെയർ 10%. ബാക്കി 90% വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത് വേറെ കാര്യങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൽ അത് 10% പ്രാർത്ഥനയും ബാക്കി ഉള്ളതെല്ലാം ഒന്ന് പ്രഖ്യാപനമാണ്. ശരിക്കും പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയും, ലിവിങ് ബ്രെഡിലും പറയും, ഇവിടെയും പറയും. കാര്യം ഈ ജനം എല്ലാം പുതിയ ആൾക്കാരാണല്ലോ കൃപാസന്ധ്യ വരണത്. അപ്പോൾ പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കും. അച്ഛൻ ഇത് എപ്പോഴും അച്ഛൻ ഇത് തന്നെ അറിയാൻ പാടുള്ളൂ. അങ്ങനെയല്ല, പുതിയ അണ്ണന്മാർ വന്നിരിക്കുകയല്ലേ. കാര്യം ഈ ആഴ്ച തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്നത് പുതിയ ആൾക്കാരാണ്ട് 3000 മറ്റുമുണ്ട് ഈ മഴക്കാലത്ത് പോലും. ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, ആദ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഇത് പഠിക്കേണ്ട ആൾക്കാർ പഠിക്കാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, പ്രത്യേകിച്ച് പ്രാർത്ഥന 100 പ്രാവശ്യം ചെല്ലാന്ന് പറഞ്ഞ് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് 1 പ്രാവശ്യം ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. ചിലർ അത് 33 ആക്കും. വേറെ അങ്ങോട്ടൊന്ന് കിട്ടി 33 അത് എടുത്ത് കൊണ്ടുവന്ന് എവിടുന്നാണെങ്കിൽ കർത്താവിൻ്റെ വയസ്സ് 33 അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടത്. നിങ്ങളിനിയിപ്പോൾ ആദത്തിൻ്റെ വയസ്സ് 120, ഇനി 120 ചെല്ലിക്കും. വയസ്സ് വെച്ച് ചെല്ലണമാണ് ഇതൊക്കെ. 2 വികടന്മാർ ഇറക്കി വിട്ട സാധനമാണിത്. ആ സാധനം എടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റും. ഇതിൻ്റെ അകത്തൊന്നും ഇതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രത്യക്ഷ പ്രാർത്ഥന ഒറ്റ പ്രാവശ്യം ഓവർ ചെല്ലുമ്പോൾ വെടിപ്പായിട്ട് ചെല്ലണം. ദൈവത്തിന് തോന്നണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവനാമേ നന്ദി ദൈവനാമേ മഹത്വം ദൈവനാമേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ.
ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ, ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ, ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ, ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന കർത്താവേ നന്ദി കർത്താവേ മഹത്വം കർത്താവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഭവനമാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. സഭയാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. ഭവനമാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. സഭയാകും ജെറുസലേമിൽ ഉണരും ആത്മാവുണരും. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ കൈകൾ ഉയർത്തി. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാണെന്നെ ഉണർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഭാഷാവരത്തോടെ ക്രൂശിക്കപ്പെട്ട ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഉദ്ധിതനായ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, കിരീടം ചൂടിയ ദൈവമേ, എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന
എല്ലാ വിശുദ്ധ രക്തസാക്ഷികളുടെ കൂടെ ആരാധിക്കുന്നു. എല്ലാ മാലാഖമാരുടെ കൂടെ ആരാധിക്കുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂൺ 7-ാം തീയതിയാണ്. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയ ഒരു നിയോഗമാണ് എൻ്റെ ആക്ടിവിറ്റി പോയിൻ്റ് 100 തികച്ച് തരിക എന്നത്. ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തെങ്കിൽ 100 തികയ്ക്കാനുള്ള കൊടുത്തെങ്കിലും അതൊന്നും സൈറ്റിൽ കയറിയിട്ടില്ലായിരുന്നു. 100 തികഞ്ഞിട്ടില്ല. 100 തികഞ്ഞാലേ ഉള്ളൂ നമുക്ക് ബിടെക് എക്സാം പാസ്സായാലും ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളായിരുന്നു. അപ്പം അത് കൊടുത്തിട്ടും സാർ സബ്മിറ്റ് ചെയ്തിട്ടും അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞപ്പം ഉടനെയാണ് ഉടമ്പടി എടുത്തത്. അന്നേരം നിയോഗമായിട്ട് അതും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് 100 തികച്ച് മാതാവ് തന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി സെപ്റ്റംബർ പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞു. അതെൻ്റെ ആക്സിഡൻറ്റിൽ നിന്ന് തന്നെ മാതാവ് അത്ഭുതകരമായി രക്ഷിച്ചതിനെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ആ സാക്ഷ്യത്തിന് ശേഷമാണ് ഞാൻ IELTS എഴുതാൻ ഒക്ടോബർ ആദ്യം പോയത്. വെറും 1 മാസത്തെ ഓൺലൈൻ കോച്ചിങ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് ഇട്ടുകൊണ്ട് പോവുകയും അവിടെ ചെന്ന് ഇരുന്ന ടേബിളിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പഠിക്കാൻ പോകാവുന്ന മാത്രം മാർക്ക് തന്ന് 7 സ്കോർ തന്ന് മാതാവ് സഹായിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം പുറത്തേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം ഇവിടെ തന്നെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തെങ്കിലും എല്ലായിടത്തു നിന്നും റിജക്ഷനാണ് വന്നത്. അങ്ങനെ ഇരിക്കെ ഇയർ ഗ്യാപ്പ് ആയത് കാരണം ഇയർ ഗ്യാപ്പ് വരാതിരിക്കാൻ എറണാകുളത്തൊരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പൈസ ഇല്ലായിരുന്നു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാതാവ് പൈസ റെഡിയാക്കി കൊടുത്തു. അമ്മയുടെ LIC നേരത്തെ എടുക്കാൻ സാധിച്ചു. അതുപോലെ IELTSന് പൈസ, കോച്ചിങ്ങിനും എക്സാമിൻ ഫീസിനും പൈസ ഇല്ലാഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ വസ്തുവിലുള്ള മരങ്ങളിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വെച്ച് തേച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് IELTSനുള്ള കോച്ചിങ്ങിനും എക്സാമിനുള്ള ഫീസിനുള്ള പൈസ മാതാവ് ആ മരം വിറ്റ വഴി റെഡിയാക്കി തന്നത്. അതുപോലെ തന്നെയാണ് എറണാകുളത്തെ കോഴ്സിനും വേണ്ടി പൈസ റെഡിയാക്കാതിരുന്നപ്പം ഞാനും അമ്മയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കറക്റ്റായിട്ട് ആ കോഴ്സിന് വേണ്ട കറക്റ്റ് പൈസ അമ്മയ്ക്ക് LIC നേരത്തെ കിട്ടി. അങ്ങനെ റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഈ എറണാകുളത്തെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു അറിവ് കിട്ടി. ഇങ്ങനെ ജർമ്മനിയിൽ IELTS മതി, അതുപോലെ 6.5 മതി, അതുപോലെ തന്നെ പിന്നെ ഫീസ് വേണ്ട, ഫീസ് ഗവൺമെൻറ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഫീസ് വേണ്ട, അങ്ങനെ പഠിക്കാമെന്ന് അറിവ് കിട്ടി. അങ്ങനെ അതിനു വേണ്ടി അപ്ലൈ ചെയ്തു. ഏപ്രിൽ മാസം ഏജൻസീനെ സമീപിച്ചു. അന്നേരം ജർമ്മനിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ APS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സൊക്കെ ജെനുവിൻ ആണെന്ന് ജർമ്മൻ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്താൽ മിനിമം 2 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരത്തേക്കും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി നിബന്ധനകളും ഒക്കെ പാലിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് 1 മാസം കൊണ്ട് തന്നെ APS റെഡിയാക്കി തന്നു. കൃത്യം 1 മാസം, മെയ് മാസം ആയപ്പം APS റെഡിയാക്കി തന്നു. അപ്ലൈ ചെയ്ത് കൃത്യം 1 മാസത്തിൽ തന്നെ തന്നു. അത് കഴിഞ്ഞ് ആ മെയ് മാസം തന്നെ മാതാവിൻ്റെ ഉണക്കമാസം തന്നെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു.
അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇതിന് വേണ്ടി അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറഞ്ഞു, നീ പബ്ലിക് യൂണിവേഴ്സിറ്റി നോക്കണ്ടായിരുന്നു, നിനക്ക് 76% മാർക്കുള്ളൂ ബിടെക്കിന്. അവർക്കൊക്കെ 80 കൂടുതൽ ശതമാനം മാർക്കുണ്ടായിട്ട് പോലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ വിചാരിച്ച കോഴ്സൊന്നും കിട്ടിയില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടാതെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രൈവറ്റ് നോക്കിയാൽ മതി. പക്ഷേ എനിക്ക് പ്രൈവറ്റിൽ പോകാനുള്ള പൈസ ഇല്ലായിരുന്നു. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഉത്തരവില്ലായിരുന്നു. കോഴ്സും കഴിഞ്ഞ്, എറണാകുളത്തെ കോഴ്സും കഴിഞ്ഞ് വന്നിട്ട് അതിൽ നിന്നും ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം ജൂലൈ മാസം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ പോയി. ജൂലൈയിലെ ആദ്യത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസം എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആരാധനാ മധ്യേ മാതാവ് കരയുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ഞാൻ വെക്കാത്ത യൂണിവേഴ്സിറ്റി, അത് ഏജൻസി നമ്മൾ പറയാതെ തന്നെ കുറേ യൂണിവേഴ്സിറ്റി വെക്കും. അപ്പോൾ അതിക്കൂട്ടിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ എറണാകുളത്ത് പഠിച്ചതുമായ കോഴ്സിൻ്റെയും കൂടി മിക്സായിട്ടുള്ള കോഴ്സിന് എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് അഡ്മിഷൻ ഓഫർ ലെറ്റർ വന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് വേണ്ട പൈസയൊക്കെ റെഡിയാക്കാനായിട്ട് അമ്മയും ഡാഡിയും കൂടി സഹകരിച്ചു. അങ്ങനെ ജൂലൈ 24 വിസ അപ്ലൈ ചെയ്തു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് കുറേ നീണ്ടതായിരുന്നു. 1 മാസമായിട്ടും വെയിറ്റിംഗ് ലിസ്റ്റ് മാറുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ ഒക്ടോബർ ഇൻടേക്കിൽ തന്നെ പോകണമെങ്കിൽ എനിക്ക് ഓഗസ്റ്റ് 31 മുമ്പ് വെയിറ്റിംഗ് ലിസ്റ്റെങ്കിലും തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഓഗസ്റ്റ് 31 ഒന്നും മാറിയില്ല. പക്ഷെ അന്ന് രാത്രി ഓഗസ്റ്റ് 31 രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ പള്ളിയിൽ അൾത്താരയിലേക്ക് കുർബാന സ്വീകരിക്കാവുന്ന പോലെ പോയപ്പം അവിടെ ചെന്നപ്പോൾ കുർബാന തരുന്ന അച്ഛന് പകരം കൃപാസന മാതാവായിരുന്നു നിന്നത്. മാതാവ് സന്തോഷത്തോടെ എന്നോട് എന്തോ പറഞ്ഞു, പക്ഷെ എനിക്കതൊന്നും കേട്ടില്ല, എനിക്കതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ ആഴ്ച തിരുവോണത്തിൻ്റെ അന്ന് എനിക്കെന്തോ മെയിൽ വന്നു. പക്ഷേ വിസാനെ സംബന്ധിച്ച് പക്ഷേ അതെനിക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. അത് ഏജൻസിക്ക് തുറന്നു നോക്കാൻ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഏജൻസി അവധിയായ കാരണം അന്ന് തുറന്നു നോക്കാൻ പറ്റിയില്ല. എന്നിട്ട് തിങ്കളാഴ്ച മാതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അത് ഏജൻസി തുറന്നു നോക്കിയപ്പോൾ അത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയെന്നായിരുന്നു. എന്നിട്ട് പിന്നെ അത് എന്നിട്ട് സബ്മിറ്റ് ആയത് വിസയുടെ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ വെള്ളിയാഴ്ച എനിക്ക് അപ്പോയിൻമെൻറ്റ് വിസ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് എടുക്കാൻ 15-ാം തീയതി തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി, അപ്പോയിൻമെൻറ്റ് കിട്ടി. 15-ാം തീയതി വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒക്ടോബർ ഇൻടേക്കിലേക്ക് വരാവുള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൃത്യം 15-ാം തീയതി തന്നെ മാതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റിനുള്ള ഡേറ്റ് തന്നു. അത് കഴിഞ്ഞ് 8 മുതൽ 10 ദിവസം ആകും വിസ കിട്ടാനെന്നാണ്, വിസ അടിച്ച് പാസ്പോർട്ട് കിട്ടാനെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് കൃത്യം 9-ാം ദിവസം എനിക്ക് ഒക്ടോബർ 24 എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാനൊരു നേരത്തെ 1-2 സാക്ഷ്യത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ചേച്ചി വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഉടമ്പടി പത്രത്തിൻ്റെ ഒരു കാണാൻ പറ്റാത്തതൊരു മുറിച്ചെടുത്ത് പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ അതവർ തിരിച്ച് ആ പേപ്പർ കഷ്ണം അവർക്ക് കണ്ടുപിടിച്ച് തിരിച്ച് കൊടുത്തെന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാനും നൂലിന് പാകത്തിന് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ട് ഉടമ്പടി കൃപാസന പത്രത്തിൻ്റെ ശകലം മുറിച്ച് എനിക്ക് വിസ അടിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച പാസ്പോർട്ടിൻ്റെ 6-7 പേജുകളുടെ നടുക്ക് വെച്ച് ആണ് കൊടുത്തത്. ഞാൻ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ 6-7 പേജിൽ വിസ അടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആ പേപ്പർ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ പേജ് 8-9 പേജിലാണ് വിസ അടിച്ച് തന്നിരുന്നത്.
അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പ്രാവശ്യം ആകാശത്ത് 4 എന്ന അക്ഷരം മേഘത്തിൽ കാണിച്ചിരുന്നു. ആ 4 ജൂലൈ 24 വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അതിലും 4 ഉണ്ട്. അതുപോലെ എനിക്ക് വിസ കൈ കിട്ടിയത് സെപ്റ്റംബർ 24 അതിലും 4 ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ടിക്കറ്റിന് ഡേറ്റ് എടുക്കാനായിട്ട് അപ്പം എനിക്ക് ഏത് ദിവസം എടുക്കണമെന്ന് അറിയില്ലാത്തത് കാരണം ഞാൻ ഒക്ടോബർ 4 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ കൃപാസനം പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന കൂടാതെ തന്നെ എല്ലാ ദിവസവും രാവിലെയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ചെല്ലുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകമായ മാതാവിൻ്റെ സംരക്ഷണവും ധൈര്യവും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും സുഗന്ധാഭിഷേകങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞത് കൂടാതെ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് അമ്മയുടെ കൂടെ വൃദ്ധസദനം സന്ദർശിക്കാൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം വേദപാഠം പഠിപ്പിക്കാനും പോയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റിനി. ഞാൻ വെങ്ങാനൂരിൽ നിന്ന് വരുന്നു. തിരുവനന്തപുരമാണ് എൻ്റെ സ്വദേശം. ഞാൻ ആഴാകുളം ദേവാലയത്തിലാണ് പോകുന്നത്. 2022 ഡിസംബർ 30 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് 30ാമത്തെ ദിവസത്തിനകത്ത് തന്നെ ഞങ്ങൾ 12 വർഷമായിട്ട് ഒരു വസ്തു വാങ്ങണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് നടക്കാതിരുന്നു. 30 ദിവസത്തിനകത്ത് വെച്ച് ഞങ്ങൾക്ക് അതിൻ്റെ ഇടപാട് നടന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഈ വസ്തു വാങ്ങിച്ചതിൻ്റെ ഒരുപാട് ബാധ്യത ഞങ്ങളുടെ ചുമലിലേക്ക് വരികയും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും കടബാധ്യതയായിപ്പോയി. ഞങ്ങളൊരു വസ്തു ഒരുപാട് നാളായിട്ട് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ 3ാമത്തെ ഉടമ്പടിയുടെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഡിസംബർ 7 മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ വസ്തുവിൻ്റെ കച്ചവടം നടക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്രമേൽ കടഭാരമായിപ്പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡിസംബർ 4 തന്നെ എൻ്റെ വസ്തു എഗ്രിമെൻ്റ് ആവുകയും ഞാൻ 7 അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. വസ്തുവിൻ്റെ കച്ചവടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിസംബർ 26 എൻ്റെ മകനാണിത്. കൈലാഷ് എന്നാണ് മോൻ്റെ പേര്. മോനിപ്പോൾ 15 വയസ്സായി. ഈ 14 വയസ്സിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും മോന് ഫിക്സ് എന്ന് പറയുന്ന ഒരു അസ്വസ്ഥത മോൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ എൻ്റെ മോൻ പെട്ടെന്ന് ഓർമ്മയിട്ട് താഴെ വീണു. ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ വിചാരിച്ച് BP ഷുഗർ എന്തെങ്കിലും കുറഞ്ഞതായിരിക്കുമെന്ന്. അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇത് കുഞ്ഞിന് ഫിക്സ് വന്നതാണെന്ന് തോന്നുന്നു, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ മോനെ കൊണ്ട് 3-ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് അവർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് പെട്ടെന്ന് മാറ്റണം, കുഞ്ഞുകുട്ടിക്ക് ഇത് ന്യൂറോ സംബന്ധമായിട്ടുള്ള വിഷയമാണ്, നിങ്ങൾ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് ഒരു ഡോക്ടർ വരികയോ പിള്ളയെ അങ്ങോട്ട് റെഫർ ചെയ്താൽ മാത്രമേ മാറ്റത്തുള്ളൂ. ഒരു ഡോക്ടർ വന്ന് MRI എടുക്കാൻ വേണ്ടി എഴുതിയെങ്കിലും മോന് ഡേറ്റ് കിട്ടുന്നില്ല. ഡേറ്റ് ഒരു 15 ദിവസത്തിന് ശേഷമാണ് ഡേറ്റ് കിട്ടുന്നത്. മോനൊരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈയും കാലും എല്ലാം തളർന്ന് മോൻ പറഞ്ഞ് അമ്മ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മോൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരയാണ്. ഞാൻ ഉടമ്പടി എണ്ണയും
കാശ് രൂപവും വെച്ച് മോന് പ്രാർത്ഥിച്ച് നിരന്തരം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ മോനെ മെഡിക്കൽ കോളേജിലും 3-ാം വാർഡിൽ തറയിലൊരു മൂലയ്ക്ക് കിടത്തിയിട്ട് ഞാൻ അപ്പുറത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് ഓടുകയാണ്. അവിടെ നിന്ന് ഡോക്ടർ വന്നാൽ മാത്രമേ മോനെ അങ്ങോട്ട് റെഫർ ചെയ്യുകയുള്ളൂ, മോന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾ എത്ര രൂപ ചിലവാക്കി വേണമെങ്കിലും ഞങ്ങൾ പക്ഷേ എൻ്റെ മോനൊരു കുഴപ്പവും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി 11:30 എന്നെ സ്കാൻ സെൻറ്ററിൽ നിന്ന് വിളിക്കുന്നു, മോനെ സ്കാനിങ്ങിന് കൊണ്ടുപോയല്ലേ. MRI എടുത്തു. MRIയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ഞരമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഓട്ടം കുറയുന്നത് കൊണ്ടാണ് മോന് ഫിക്സ് വന്ന് ഓർമ്മ വിട്ട് വീഴുന്നത്. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഞങ്ങൾ നോക്കിയപ്പോൾ മോനെ കാണാനില്ല. നോക്കിയപ്പോൾ പുറത്ത് ബോധം കെട്ട് കിടക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി. ഇതേ അവസ്ഥ തന്നെ. ഞാൻ മാതാവിനോട് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ഉണ്ണി യേശുവിനെ മാതാവ് കയ്യിലേന്തി പ്രാർത്ഥിച്ചതുപോലെ ഞാനും എൻ്റെ മോനെ കയ്യിൽ വച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവേ എൻ്റെ മകന് അവിടെ നിന്ന് നീ അങ്ങ് സൗഖ്യം നൽകണേ. ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥനയിൽ കുറവുകളുണ്ടെങ്കിൽ നികത്തി തരണേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മോൻ 7 ദിവസം കിടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വരും, എനിക്ക് അമ്മയെ കാണണം, എൻ്റെ പിള്ളേയും കൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ വേണ്ടി അതിയായ സന്തോഷത്തോടെ ഞാൻ ഡിസ്ചാർജായി പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് അച്ഛനെ കാണാൻ ഉടമ്പടി പുതുക്കിയിട്ട് നിന്നപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അച്ഛൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ നിന്ന വിശ്വാസികളെ. ഞാനും അപ്പോൾ അതിനൊപ്പം എൻ്റെ മോൻ്റെ തലയിൽ കൈവച്ച് ഞാനും പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ ദർശനം ഉണ്ടായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഉടനെ മകനോട് പറഞ്ഞു, മോനെ നീ നോക്ക്, മാതാവ് ഞങ്ങളെ അതിതീക്ഷ്ണമായിട്ട് ഞങ്ങളെ നോക്കുന്നു എന്ന് ഞാൻ മോനോട് പറഞ്ഞു. എൻ്റെ മോനും നോക്കി. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച്. എൻ്റെ മോന് ഓവർഡോസ് ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. മോൻ ഗുളിക കഴിക്കുന്ന സമയത്തെല്ലാം ക്ഷീണിതനായിപ്പോവും. 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ എൻ്റെ മോൻ ഗുളികയെല്ലാം നിർത്തി. ഇപ്പോൾ മോന് നല്ല രോഗത്തിൽ നിന്ന് നല്ല പൂർണ്ണമായൊരു വിടുതലിനെ നൽകി. ഇപ്പോൾ മകൻ ഗുളിക കഴിക്കുന്നില്ല. ഇപ്പോൾ നല്ല സൗഖ്യപ്പെട്ടു. അമ്മ മാതാവിന് ഉന്നയിച്ചിന് ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. 1.5 വർഷക്കാലമായിട്ട് ഞാൻ ജോലിയില്ലാതെ വളരെയധികം ദുഃഖത്തിലായിരുന്നു. വളരെയധികം വിഷമത്തിൽ ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വിഷയം വെച്ച് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഇപ്പോൾ ഒരു ജോലി ലഭിച്ചു. എനിക്ക് SBIയിൽ ജോലി ലഭിച്ചു. ഞാനിപ്പോൾ 3 മാസം ആവാൻ പോകുന്നു. എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരുപാട് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയത് എൻ്റെ മകൻ കിടന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ അവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറയും, അവിടെ സെക്യൂരിറ്റി ഞങ്ങളെ കയറ്റി വിടൂല. ഞാൻ പറയും, എൻ്റെ മോൻ ഇവിടെ കിടന്നതാണ്, എനിക്ക് സാക്ഷി പറയണം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് കാശ് രൂപവും വാങ്ങി ജപമാലയും ഉടമ്പടി തൈലവും പത്രവുമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ എൻ്റെ മോനെ കാണിച്ചിട്ട് ഞാൻ പറയും, എൻ്റെ മകൻ ഇവിടെ കിടന്നതാണ്, എൻ്റെ മാതാവാണ് എൻ്റെ മകന് സൗഖ്യം നൽകിയത് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഇടവക പള്ളിയിൽ പോകുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഞാൻ പോകില്ല. ഞാൻ പോകുന്നത് എപ്പോഴും ഹോസ്പിറ്റലുകളിലാണ് ഞാൻ പോകുന്നത്. അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാശ് രൂപം കൊടുക്കുമ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഓരോരുത്തർ എൻ്റെ അടുത്ത് പറയും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ RCCയിലൊക്കെ ഫുഡൊക്കെ കൊടുക്കും. പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനും ഉടമ്പടിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനേറെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് എൻ്റെ മകന് നൽകിയ ഇത്രയും വലിയ നന്മയ്ക്കായിട്ട് എൻ്റെ മാതാവിനോടും ഈശോയോടും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.